ബ്ലഡോ? അതെന്ത് സാധനം? സാധനമല്ല, പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ട്. ഞാൻ താനാണ് കക്ഷിയല്ലേ? അതെ, ഞാനാണ്. വനിത വരുന്ന 5ഉം 6ന്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഇത് മുന്നേ ഓപ്പൺ ആവണ്ടായിരുന്നു, കോവിഡ് കാരണം നിന്ന് പോയതാണ്. ഇനിയിപ്പോൾ ഉള്ള പെൻഡിംഗ് ഉള്ള വർക്ക് ACPയുടെ വർക്കും അകത്തെ വർക്കുകളുമാണ്. റീക്ലീനറുകളും സോഫകളുമുള്ള 2 VIP സ്ക്രീനുകളാണ് നിർമ്മിക്കുന്നത്. മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റി ഏകദേശം 160 സീറ്റുകളായിരിക്കും. ഓരോ സ്ക്രീനും 85, 75 എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റ് വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊജക്ഷൻ സിസ്റ്റം, സ്ക്രീന്, സ്പീക്കർ എന്നിവയെ പറ്റിയൊന്നും വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. മിക്കവാറും ഇവിടെ യൂസ് ചെയ്യാൻ സാധ്യത ബാർക്കോന്റെ പ്രൊജക്ഷൻ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുക. ഇവരുടെ തന്നെ തിയേറ്റർ കോംപ്ലക്സിൽ തന്നെ ഏറ്റവും ചെറിയ സ്ക്രീനായ സ്ക്രീൻ 3യിൽ ചെറിയൊരു അപ്ഡേഷൻ ഇവർ വരുത്തിയിട്ടുണ്ട്. സ്ക്രീൻ 3യിൽ ഉണ്ടായിരുന്ന ആ ചെറിയ ബാൽക്കണി അവർ പൊളിച്ച് വലിയ ബാൽക്കണി ആക്കുകയാണ്. പ്രീമിയം ബാൽക്കണി സോഫകളും മികച്ച വ്യൂവിംഗ് ആംഗിളുകൾക്കും ലെഗ് റൂമിനുമായി നവീകരിച്ച ഇരിപ്പിടങ്ങളും ഉൾപ്പെടുന്ന വിപുലീകരിച്ച സീറ്റിംഗ് കപ്പാസിറ്റി 297. അൾട്രാ ഷാർപ്പ് വിഷ്വലുകൾക്കും ഉയർന്ന ഡൈനാമിക് കോൺട്രാസ്റ്റിനുമായി പ്രൊജക്ഷൻ ക്രിസ്റ്റൽ 4K RGB ലേസർ 30,000 ലൂമെൻസ്. സ്ക്രീൻ മാസീവ് ഹാർക്നെസ് ക്ലാരസ് 3D സിൽവർ 36x15 യൂണിബോളാർ ഡബിൾ ബീം 3D പിന്തുണക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. വനിതാ വിനിതയിലുള്ള മറ്റ് സ്ക്രീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സ്ക്രീൻ ഇപ്പോൾ ഇവിടെയാണ്. ഈ സ്ക്രീൻ 3ന്റെ 2 സൈഡിലായിട്ട് ഓസ്കാറിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള 2 സംഭവങ്ങൾ 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഈ നൽകിയിരിക്കുന്ന എലമെന്റുകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് മൊത്തം ഫുൾ സ്ക്രീൻ സെറ്റപ്പിലോട്ട് സ്ക്രീനെ മാറ്റിയാൽ, ഈ പറഞ്ഞിരിക്കുന്ന എലമെന്റ് ഒക്കെ ഒഴിവാക്കി ഒരു ഫുൾ സ്ക്രീൻ സെറ്റപ്പിലോട്ട് ഈ സ്ക്രീനെ മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 3D sound upgraded Dolby Atmos sound system with dedicated Dolby speakers and crown amplifiers. ഈ മാറ്റങ്ങളൊക്കെ ഈ സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ടുള്ള പ്രധാന കാരണം മാജിക് ഫ്രെയിംസിന്റെ തിയേറ്ററും DVRന്റെ തിയേറ്ററും എറണാകുളത്ത് വരുന്നതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ 3 മാസത്തിനുള്ളിൽ സരിത തിയേറ്റർ ഓപ്പൺ ആവാൻ പോകുന്നു. പിന്നെ ഡോൾബി സിനിമാസ് വരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്ക്രീൻ 3യിൽ ഒരു മേജർ ഇന്നോവേഷൻ ഇവർ നടത്തിയിരിക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം വനിതാ സ്ക്രീൻ 3യിൽ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.